ശുഭദിനം. ഇവിടെ വന്നു ചേർന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എത്തിച്ചേരാനുള്ളവർക്ക് സുസ്വാഗതമേകിക്കൊണ്ട് ഞാനിവിടെ കാത്തിരിക്കുന്നു. വരൂ, കഥ കേൾക്കാം. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട്, അദ്ദേഹത്തിൻ്റെ ഹാസ്യം ഗോപിനാഥം എന്ന കഥയാണ്. നർമ്മകഥകളാണ് കേട്ടോ. മനോഹരമായ ഒരു കവർ പേജ് ഉണ്ട്. അദ്ദേഹം മുണ്ടൊക്കെ മടക്കി കുത്തി തൂലികയും കയ്യിൽ ഏന്തി നിൽക്കുന്ന ഒരു മനോഹരമായ ചിത്രം. അതിന് കൂടെ കാണാമല്ലോ, സ്മൈലീസ് ഒക്കെ കാണാം. അപ്പൊ തന്നെ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം വിടരുന്നുണ്ട് അല്ലെ ബുക്ക് കാണുമ്പോൾ. അതിന് ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്ന എന്താന്ന് വെച്ചാല്, മൃദുമന്ദഹാസം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിഷ്കളങ്കർക്കുള്ളതാണ് ഈ പുസ്തകത്തിലെ 50 രചനകൾ. ഇതിലെ പല കഥാപാത്രങ്ങളും ജീവിച്ചിരിപ്പുണ്ട്. അവർ തീർച്ചയായും പുഞ്ചിരിക്കും. മുഖവരയോ പ്രസാദക്കുറിപ്പോ അവതാരികയോ ഈ പുസ്തകത്തിനില്ല. നേരെ കയറിപ്പോന്നോളി. ഇതാണ് ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്നത്. ഇനി ബാക്ക് പേജും കൂടെ നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരണം. എറണാകുളം ജില്ലയിലെ പനങ്ങാട്, കുമ്പളം ഹൈസ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ബിരുദ പഠനകാലത്ത് കോളേജ് യൂണിയൻ ചെയർമാനും കോളേജ് മാഗസിൻ എഡിറ്ററുമായി. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് മാനേജ്മെന്റ് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ബോംബെ രാജേന്ദ്ര പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദം. തിരുവനന്തപുരം ആകാശവാണിയിൽ ഫീൽഡ് റിപ്പോർട്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മികച്ച റേഡിയോ പരിപാടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയതിനെ തുടർന്ന് പ്രോജക്ട് അസറ്റ് എന്ന അമേരിക്കൻ ഫെലോഷിപ്പിൽ യൂറോപ്പിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും പഠന പര്യടനം. കേരള സർക്കാർ മത്സ്യഫെഡ് സ്ഥാപിച്ചപ്പോൾ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി നിയമിതനായി. പിന്നീട് സാക്ഷരതാ മിഷനിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. തുടർന്ന് ടൂറിസം ഫിഷറീസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചു. ഇക്കാലത്ത് ഡോക്ടറേറ്റ് സമ്പാദിച്ചു. ഭാര്യ കൃഷ്ണ ഗോപിനാഥ് ടൂറിസം വികസനം കോർപ്പറേഷനിൽ ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്നു. നോവലുകൾ, കഥാസമാഹാരങ്ങൾ, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിലായി ചിത്രശലഭം, ചാകര, പവിഴദ്വീപ്, ഇനി ശാന്തം, ജ്യോതിർമയി ദേവി, സ്മിത, 10 നർമ്മകഥകൾ, സ്കാൻഡിനേവിയൻ ഗ്രീഷ്മം, കഥയില്ലാ കഥകൾ, ആകാശവാണി, പണ്ഡിറ്റ് തറുപ്പൻ ജീവിതവും പോരാട്ടവും, ഹാസ്യം ഗോപിനാഥം എന്നിവയാണ് പ്രധാന രചനകൾ. സ്മിത സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് നേടി. ചാകര ചലച്ചിത്രമായി. ഇത്രയുമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ഇനി നമുക്ക് കഥയിലേക്ക്. അദ്ദേഹം എന്തൊക്കെ പറയുന്നത് ചിരിക്കാൻ റെഡി ആയിക്കോളൂ. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് തന്നെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന പോലെ ആക്ഷൻ ഹീറോ ലംബോദരൻ പിള്ള. വായിക്കാം. പോലീസുകാർ കക്ഷികളെ എടാ പോടാ എന്ന് വിളിക്കരുതെന്ന് ഹൈക്കോടതി. പോലീസ് സ്റ്റേഷനുകൾക്കുള്ളിൽ 3-ാം മുറ ഒരിക്കലും പാടില്ല എന്ന് DGP അദ്ദേഹത്തിന്റെ സർക്കുലർ. ഇപ്രകാരം പത്രത്തിൽ വായിച്ച് കോരിത്തരിച്ചാണ് ASI ലംബോദരൻ പിള്ള അദ്ദേഹം ഡ്യൂട്ടിക്ക് എത്തിയത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അതിഥി എത്തി. പോക്കറ്റടി എന്ന കൈക്രിയ ബസ്സിനുള്ളിൽ നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായ 1/2 ഡസൻ സഹയാത്രികരാണ് സംഭവത്തിന്റെ സാക്ഷികൾ. കള്ളനെ നയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ നിന്ന് പേഴ്സിന്റെ ഉടമസ്ഥൻ ഇതിനിടെ അപ്രത്യക്ഷനായ വിവരം ആൾക്കൂട്ടം അറിഞ്ഞതുമില്ല. തന്റെ പകുതി പ്രായമുള്ള ഒരു പേഴ്സിനും അതിലുണ്ടായിരുന്ന 12 രൂപയ്ക്കും വേണ്ടി ശിഷ്ടജീവിതം പോലീസ് സ്റ്റേഷനിലും കോടതി വരാന്തയിലുമായി കഴിയേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന ചിന്ത ശരിയായ സമയത്ത് തലയുടെ പിന്നിലെ മെഡുല ഒബ്ലോങ്കട്ടയിൽ ഉദിച്ചത് കൊണ്ടാണ് വാതി മുങ്ങിയത്. കള്ളന്റെ ഷർട്ടിന്റെയും കാൽശറായിയുടെയും കീശഭാഗങ്ങളിൽ ഇക്കിളിയാക്കി ലംബോദരൻ പിള്ള നിരാശനായി. നീ പേഴ്സ് ആരെ ഏൽപ്പിച്ചെന്ന് വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തും, കേട്ടോടാ ഡാ. വാമൊഴി വഴക്കത്തിലൂടെ ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു സഹപ്രവർത്തകൻ പിള്ളയെ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. തെറി പറയരുതെന്നും പ്രതികളോട് മാന്യമായി സംസാരിക്കണമെന്നും DGP അദ്ദേഹത്തിന്റെ സർക്കുലറിലുണ്ട്. പിള്ളയെ അദ്ദേഹം സംബോധന ഒന്ന് മാറ്റിപ്പിടിച്ചു. ഹേ ശ്വാനപുത്ര, ബസ്സിലെ സഹസഞ്ചാരിയുടെ കീശയിൽ നിന്ന് പൊക്കിയ പണസഞ്ചി ഭവാൻ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് സദയം ഉണർത്തിച്ചാലും.
പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അതീവ ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് ഒരു മിന്നൽ പിണർ കടന്നു വന്നു. പുതിയ കമ്മീഷണർ. അദ്ദേഹം തുടർച്ചയായി ചിരിച്ചുകൊണ്ടേയിരുന്നു. ഭയങ്കര ഗൗരവക്കാരനായിരുന്ന അദ്ദേഹം വിദേശ പരിശീലനം കഴിഞ്ഞ് മടങ്ങി വന്ന് സിറ്റിയിൽ ചാർജ് എടുത്ത ശേഷം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗൗരവത്തിന് പൂർണ്ണ ശമനം ഉണ്ടാകാൻ കൊമ്പൻ മീശ വടിച്ചു കളഞ്ഞ് മുഖം പുത്തൻ കാലം പോലെ ആക്കിയിരിക്കുന്നു. വിനീത വിധേയനായി നിലകൊണ്ട പോക്കറ്റടിയെ കണ്ട് അദ്ദേഹം ലംബോദരൻ പിള്ളയോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഇവൻ ഭയങ്കര തിരുമാലിയാണ് സാർ. ബസ്സിൽ പോക്കറ്റ് അടിച്ചതിന് ആളുകൾ പിടിച്ചുകൊണ്ടു വന്നതാ. എത്ര ചോദിച്ചിട്ടും പേഴ്സ് എന്ത് ചെയ്തെന്ന് ഇവൻ പറയുന്നില്ല സർ. ഞാൻ പറയിക്കാമല്ലോ. കമ്മീഷണർ ഒരു പുപ്പുഞ്ചിരിയോടെ പ്രതിയെ ചേർത്ത് പിടിച്ച് അറബികളെ പോലെ ഡബിൾ ആലിംഗനം ചെയ്തു. എന്താ സ്നേഹിതന്റെ പേര്? സത്യവാൻ. ഇരിക്കൂ മിസ്റ്റർ സത്യവാൻ. ഒരു കസേര വലിച്ചിട്ട് കമ്മീഷണർ സത്യവാനെ തന്റെ സമീപത്തിരുത്തിയ ശേഷം കീശയിൽ നിന്ന് പോക്കറ്റ് റേഡിയോ പോലുള്ള ഒരു യന്ത്രമെടുത്ത് മേശപ്പുറത്ത് വെച്ച് 2 ചായക്ക് ഓർഡർ കൊടുത്തു. നിമിഷങ്ങൾക്കകം ചായ വന്നു. ചായ കുടിക്കും മിസ്റ്റർ സത്യവാൻ. കപ്പ് കുലുങ്ങി സത്യവാന്റെ പകുതി ചായ താഴെ പോയി. കേട്ടോ സത്യവാൻ ബ്രോ, ഈ യന്ത്രം ഞാൻ സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും നുണ പറഞ്ഞാൽ അക്കാര്യം ഡയലിൽ എഴുതി കാണിക്കും. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഇതാണ് പോലീസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ 3-ാം മുറയില്ല. അനന്തരം കമ്മീഷണർ അദ്ദേഹം യന്ത്രം സത്യവാൻ അദ്ദേഹത്തിന്റെ നേരെ കാണിച്ച് പുഞ്ചിരിയോടെ ചോദിച്ചു, മിസ്റ്റർ സത്യവാൻ, താങ്കൾ സഹയാത്രികന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുകയുണ്ടായോ? ഇല്ല സാറേ. യന്ത്രത്തിന്റെ ഡയലിൽ നോക്കിയിട്ട് കമ്മീഷണർ കിങ്കരന്മാരോട് പറഞ്ഞു, മിസ്റ്റർ സത്യവാൻ നിരപരാധിയാണ് എന്നാണ് യന്ത്രം പറയുന്നത്. ഇദ്ദേഹത്തെ വിട്ടയച്ചാലും. സത്യവാനെ കമ്മീഷണർ സ്റ്റേഷന്റെ പൂമുഖം വരെ അനുഗമിച്ച് കൂപ്പ കൈയോടെ യാത്രയാക്കി. കേട്ടോ മൈ ബോയ്സ്, അടുത്ത ആഴ്ച സർവീസിൽ നിന്ന് പിരിയുന്ന മക്കളും പേരക്കുട്ടികളുമുള്ള ഒരു ബോയ് ആണ് പിള്ളേ അദ്ദേഹം. കുറ്റം തെളിയിക്കാൻ നാം ഒരിക്കലും 3-ാം മുറ ഉപയോഗിക്കരുത്. പോലീസ് ജനങ്ങളുടെ ദാസന്മാരാണ്, യജമാനന്മാരല്ല. നുണ പരിശോധനയ്ക്കുള്ള ലൈ ഡിറ്റക്ടർ പോലെ തെറി പരിശോധനയ്ക്കും സ്കോട്ട്ലൻഡ് യാർഡിൽ യന്ത്രമുണ്ട്. കമ്മീഷണർ പോക്കറ്റിൽ നിന്ന് വേറൊരു യന്ത്രമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഈ സ്റ്റേഷനിൽ ആരെങ്കിലും ശ്രേഷ്ഠ ഭാഷ പറഞ്ഞാൽ ആ വദന മോഹന പദാവലികൾ വാട്സാപ്പ് മെസ്സേജായി എന്റെ മൊബൈൽ ഫോണിൽ വരും. പോലീസ് മോഡേണൈസേഷൻ ഫണ്ട് ഉപയോഗിച്ചു ഇതുപോലുള്ള കുറെ ജനമൈത്രി യന്ത്രങ്ങൾ വാങ്ങി സ്റ്റേഷനുകൾക്ക് നൽകുന്ന കാര്യം ഞാൻ DGയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിവിടെ ഇരിക്കട്ടെ, ഒരു പരീക്ഷണത്തിനായി. സേനാംഗങ്ങൾക്കും ചായ കൊണ്ടുവന്ന തട്ടുകട പയ്യനും ഷെയ്ക്ക് ഹാൻഡ് നൽകി കമ്മീഷണർ പുഞ്ചിരിയോടെ യാത്രയായി. സേനാംഗങ്ങൾ സീനിയോറിറ്റി ക്രമത്തിൽ അദ്ദേഹത്തെ പിന്തുടർന്ന് സല്യൂട്ട് അടിച്ചു. മൂട്ടിൽ 2 നീല നക്ഷത്രങ്ങളുള്ള കാർ ദൂരെ മറഞ്ഞപ്പോൾ ലംബോദരൻ പിള്ള സ്റ്റേഷന് പുറത്തേക്ക് മിസൈൽ പോലെ പാഞ്ഞു. കഥ അവസാനിച്ചിട്ടില്ല. 1 മണിക്കൂറിന് ശേഷം കമ്മീഷണർ വീണ്ടും സ്റ്റേഷനിലെത്തി. അദ്ദേഹത്തിന്റെ മുഖത്ത് പൂപ്പുഞ്ചിരി ഇല്ലായിരുന്നു. ലംബോദരൻ പിള്ളയുടെ മുൻപിൽ സ്വന്തം പാൻസും ഷർട്ടും കൈത്തണ്ടയിൽ തൂക്കി അത്രയ്ക്ക് ഷെഡ്ഡിയും അത്രയ്ക്ക് ബർമുടയും ഇല്ലാത്ത ഒരു ഇന്നർവെയർ ധരിച്ച് ദൈന്യഭാവത്തിൽ നിൽക്കുകയാണ് സത്യവാൻ ട്രൂമാൻ. സല്യൂട്ട് അടിച്ച ശേഷം ലംബോദരൻ പിള്ള കമ്മീഷണറോട് പറഞ്ഞു, ഇദ്ദേഹം വിഷമിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. തുടർന്ന് ഒരു പേഴ്സും കമ്മീഷണറുടെ നുണയന്ത്രവും ലംബോദരൻ പിള്ള മേശപ്പുറത്ത് വെച്ചു. ഇദ്ദേഹം യാത്ര പറഞ്ഞ് കാറിൽ കയറുന്ന സമയത്താണ് ഇവൻ അദ്ദേഹത്തിന്റെ യന്ത്രം അടിച്ചു മാറ്റിയത്. എങ്ങനെ ഇത് വീണ്ടെടുത്തു? കമ്മീഷണർ ചോദിച്ചു. സ്റ്റേഷനുള്ളിൽ 3-ാം മുറ ഉപയോഗിക്കരുതെന്നാണല്ലോ DGP അദ്ദേഹത്തിന്റെ ഉത്തരവ്. അതുകൊണ്ട് 4-ാം മുറയാണ് പ്രയോഗിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അത് അവന് വേണ്ടി വന്നില്ല. യമൻ സത്യം പറഞ്ഞു. പരിചയമുള്ള ഒരു വീടിന്റെ മതിൽക്കെട്ടിലേക്ക് പിന്നീട് തപ്പിയെടുക്കാൻ വേണ്ടി പേഴ്സ് ബസ്സിൽ നിന്ന് യമൻ എറിയുകയായിരുന്നു സർ. ഓവർ. താൻ നേരത്തെ സ്റ്റേഷന് നൽകിയ തെറി ഡിറ്റക്ടർ യന്ത്രം പൊട്ടിച്ചിതറി മേശപ്പുറത്ത് കിടക്കുന്നത് കമ്മീഷണർ കണ്ടു. ഓക്സ്ഫോർഡ് സ്റ്റൈൽ ഇംഗ്ലീഷ് തെറികൾ മാത്രം കേട്ട് ശീലമുള്ള ആ പാവം യന്ത്രം പിള്ള അദ്ദേഹത്തിന്റെ നാടൻ പദാവലികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ സ്വയം പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നത്രേ. കഥ അവസാനിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ കമ്മീഷണർ തന്റെ വിദേശ പരിശീലനത്തെക്കുറിച്ച് വിശദമായി അദ്ദേഹത്തെ ധരിപ്പിച്ചു.
ആഭ്യന്തരൻ. നമ്മുടെ പോലീസുകാർ സ്റ്റേഷനുകളിൽ കക്ഷികളെ പച്ചത്തെറികൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതായി പരാതിയുണ്ട്. അത് നിയന്ത്രിക്കാൻ എന്താണ് വഴി? അതിന് ഇംഗ്ലണ്ടിലും മറ്റും ഔട്ട്ഡോർ പെട്രോളിങ്ങിന് പോകുന്ന ഓരോ പുരുഷ പോലീസിന്റെയും ഒപ്പം ഓരോ വനിതാ പോലീസുകാരെയും വിടും. അതുപോലെ സ്റ്റേഷനുകളിലും കൂടുതൽ വനിതകളെ നിയോഗിച്ചു. അതോടെ സംഭാഷണവും പെരുമാറ്റവും മാന്യതയുള്ളതാക്കാൻ പുരുഷ പോലീസുകാർ ശ്രദ്ധിച്ചു. ആഭ്യന്തരൻ: ഇത് നല്ല നിർദ്ദേശമാണ് കമ്മീഷണർ. പിന്നെ അവിടെ കമ്മീഷണർമാരുടെ ഓഫീസിന്റെ പിൻഭാഗത്ത് ഒരു സർവീസ് പരാതി പെട്ടി വയ്ക്കും. പോലീസുകാർക്ക് പരാതികൾ എഴുതി പേര് വയ്ക്കാതെ അതിൽ നിക്ഷേപിക്കാം. പരാതി നിക്ഷേപിക്കുന്നത് ആരാണെന്ന് കമ്മീഷണർ മനസ്സിലാക്കാതിരിക്കാനാണ് പിന്നാമ്പുറത്ത് പെട്ടി വെക്കുന്നത്. ഓരോ 10 ദിവസത്തിനിടയിലും കമ്മീഷണർ ആ പെട്ടി തുറന്ന് പരാതികൾ പരിശോധിക്കും. ആഭ്യന്തരൻ: ഏതായാലും പെട്ടി വെച്ചോളൂ, ആദ്യത്തെ തുറക്കൽ ഞാൻ നടത്താം. പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് സർക്കാർ അറിയണമല്ലോ. കഥ അവസാനിച്ചിട്ടില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ കമ്മീഷണർ പരാതിപ്പെട്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ ഹാജരാക്കി. അദ്ദേഹം പെട്ടി തുറന്ന് അതിലെ ആദ്യത്തെ കത്തെടുത്ത് വായിച്ചു. ബഹുമാനപ്പെട്ട കമ്മീഷണർ മുൻപാകെ ബോധിപ്പിക്കുന്നത്: എന്റെ ഭാര്യ ട്രാഫിക് ഡ്യൂട്ടി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവൾ പഞ്ചപാവവും ദൈവവിശ്വാസിയും ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച അവൾ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ വായ തുറന്നാൽ അവൾ പച്ചത്തെറിയാണ് പറയുന്നത്. മാത്രമല്ല, ഞങ്ങൾ വളർത്തുന്ന തത്തയും മുഴുത്ത തെറികൾ പറയുന്നു. നല്ല രസമുള്ള ഒരു കഥ അല്ലേ? പോലീസുകാരുടെ സംഭാഷണ രീതി ശരിയാക്കാനായിട്ട് അവിടെ സ്ത്രീ ജനങ്ങളെ പോലീസുകാരെ നിയമിക്കാമെന്ന് ഒരു ചിന്ത ഉടലെടുക്കുകയും അവസാനം ഇപ്പം എന്താ, ട്രാഫിക് പോലീസിൽ നിന്നിരുന്ന ഒരു സ്ത്രീ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറിയതോടെ അവര് ദൈവവിശ്വാസിയും പഞ്ചപാവവും ആയിരുന്നു എന്നാണ് അവരുടെ ഹസ്ബൻഡ് പറയുന്നത്. ഇപ്പോൾ അവരും തെറി അഭിഷേകമാണ്, പച്ചത്തെറിയാണ് പറയുന്നത്. പോരാഞ്ഞിട്ട് അവരുടെ വീട്ടിൽ വളർത്തുന്ന തത്തയും കൂടെ ഇപ്പൊ അത് പഠിച്ചു എന്നാണ് ആദ്യത്തെ കംപ്ലൈന്റ്. അവരുടെ കംപ്ലൈന്റ് ബോക്സിൽ ആദ്യമായിട്ട് ഒരാൾ നിക്ഷേപിച്ചത്. നല്ലൊരു കഥ അല്ലേ? ഇങ്ങനത്തെ മനോഹരമായ രസമുള്ള കഥകളാണ് ഇനി അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ വായിക്കാം കേട്ടോ. അപ്പൊ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.